ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി നമുക്ക് ലഭിക്കുന്നു. ശ്രീനഗറിലടക്കം പലയിടത്തും സ്ഫോടന ശബ്ദം കേട്ടതായി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കം വ്യക്തമാക്കുന്നു. അതിർത്തിയിൽ പാക് ഡ്രോണുകൾ വിഹരിക്കുകയാണ് എന്നുള്ള തരത്തിലാണ് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഒരാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കശ്മീരിന്റെ പല ഭാഗത്തായി വെടിയൊച്ചകൾ ഉയരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്ത്യ ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികളൊക്കെയാണ് നമുക്കിനി വ്യക്തമാകേണ്ടത്. ഇന്ത്യ എത്തരത്തിലായിരിക്കും ഇതിനൊരു വലിയൊരു കടുത്ത തിരിച്ചടി ഇപ്പോൾ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എത്തരത്തിലുള്ള തിരിച്ചടിയാണ്, എങ്ങനെയുള്ള തിരിച്ചടിയാണ്, ഇനി എന്തൊക്കെയാണ് മുന്നോട്ട്? ഈ വെടിനിർത്തൽ ധാരണ ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എത്തരത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക? സൈന്യം എന്തൊക്കെയാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്? എന്തൊക്കെ പദ്ധതികളാണ് സൈന്യം കണക്ക് കൂട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത്. തിങ്കളാഴ്ചയോടെ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഒരു ചർച്ച പാകിസ്ഥാൻ DGMO അതോടൊപ്പം ഇന്ത്യൻ DGMOയും ചേർന്നുള്ളൊരു ചർച്ച ഉണ്ടാകുമെന്നുള്ള ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതുവരെയായിരുന്നു വെടിനിർത്തൽ ധാരണയായിരുന്നത്. ഇന്ന് 5 മണിയോടുകൂടി പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ ധാരണ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ലംഘിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. പാക് പ്രകോപനത്തിലൂടെ ആ ഒരു വെടിനിർത്തൽ ധാരണ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലും, അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണയായ സാഹചര്യത്തിൽ പോലും സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്ന നടപടി തുടരുമെന്നുള്ള തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ അറിയാൻ സാധിച്ചത്. ആ നടപടി ഇപ്പോഴും അങ്ങനെ തുടരുകയാണ്. ഇനി ആ ഒരു നടപടിക്ക് മാറ്റമുണ്ടാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചൊരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടി എന്നുള്ളതൊക്കെ കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് കൃത്യമായി തിരിച്ചടിച്ചിരിക്കുന്നത്, ഇനി മുന്നോട്ടുള്ള നടപടികളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അതിർത്തിയിൽ പാക് പ്രകോപനം ജമ്മു കാശ്മീരിലെ RSപുര, അക്നൂർ, രജൌരി മേഖലകളിലാണ് പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. ജമ്മു മേഖലയിൽ ഷെല്ലാക്രമണവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീനഗറിലും ഒപ്പം തന്നെ ഉധംപൂറിലുമെല്ലാം ഉണ്ടായിരിക്കുന്നു പാക് പ്രകോപനം എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നു.